സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല, ഒരാൾക്കും കഴിയില്ല. കാരണം വഴിവിട്ട് നടക്കുന്ന ഒരു ശീലമുണ്ടയാൾ മാത്രമേ വഴിവിട്ട് സഹായിക്കാൻ പറ്റൂ. ആ കൂലിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. പിന്നെ ഏതെങ്കിലും ഒരു അപഖ്യാതി പറഞ്ഞു വരുത്തി അതിൻ്റെ ഭാഗമായിട്ട് എന്നെ മറ്റൊരാൾക്ക് എതിരാക്കാന്നുള്ളതും സാധിക്കുന്ന കാര്യമല്ല. എന്താണോ നിയമപ്രകാരം ചെയ്യേണ്ടത് അത് മാത്രമേ സാധാരണഗതിയിൽ ചെയ്യും. ഇവിടെ കേൾക്കുന്നത് എന്നിട്ട് നിങ്ങളതിന് ധൃതി കാണിക്കും. ഞാൻ എഴുന്നേറ്റ് പോകുന്നില്ലല്ലോ. Let's go. Let's go. അപകടങ്ങളെ കൂടുന്ന റോഡാണ് അറിയാം. എക്സ്പീരിയൻസ് ആണ് ഡ്രൈവിംഗ്. NH-ലൂടെ വാഹനം ഓടിക്കാൻ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാ ട്രാഫിക് നിയമം ഉണ്ടാവും ഇവിടെ. ഒരു വളവാണ്, സിഗ്നൽ കണ്ട് അപ്പോൾ നമ്മൾ സ്ലോ ആവണം. സിഗ്നൽ മഞ്ഞ കണ്ടാൽ നമുക്ക് സ്ലോ ആക്കണം. ഇവിടെ നിന്ന് 30 കിലോമീറ്റർ വേഗതയെ പാടുള്ളൂ. ഗൂഗിള് നോക്കാൻ കഴിയണ പ്രശ്നമല്ല. അതിന് പോണ ആൾക്കാർ ആദ്യം വഴിയൊക്കെ ചെക്ക് ചെയ്ത് വെക്കുമല്ലോ. ആദ്യം വഴിയൊക്കെ കംപ്ലീറ്റ് ചോദിച്ചറിഞ്ഞ് വെച്ചിട്ട് പോകുള്ളൂ. നല്ല ഡ്രൈവർമാരെ കാണുമ്പോൾ അല്ലാത്തവരങ്ങനെ പോകും. ഒരു സെൻറ്ററിൽ കൂടെ ഉള്ള പോകുന്നത്.
മലപ്പുറത്ത് എത്തിയേ. മതി അച്ഛ വീഡിയോ ഓഫ് ആക്കാണ്. ആ പോയിക്കോ. വേണ്ട ഈ സിമെന്റ് മണ്ണൊക്കെ വെറുതെ ഒളിഞ്ഞിടണല്ലേ, വീണ്ടിട്ടുണ്ടല്ലേ. അല്ല ഇത് കരിങ്കല്ലാണ്. അതൊക്കെ വെറുതെ അറിയാം. നമ്മളൊക്കെ പൊളിഞ്ഞാടി ഉണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടാവില്ല. നമ്മളൊക്കെ ആ അതിന്റെ മേലത്തെ അല്ലേ. നമ്മളൊക്കെ ഒരു ഇതിന്റെ അത്ര ഉയരമുള്ളൂ. ഇത് കുറേ ഇല ഇങ്ങനെ മാന്തി വെച്ചിട്ട് ഇതവിടെ ഇല മോശമൊക്കെ ഉണ്ട്. മോശം ദാ ഇവിടെയുണ്ട്. പോയോ ജീവൻ പോയോ? അവസാനം നല്ല രസമുണ്ട്. കഴിഞ്ഞില്ല. അതല്ലേ കല്യാണം. ഇവിടെ ഒന്നും ആരും വരുന്നില്ല. വാഹനമുള്ള ആൾക്കാർ വരും, വണ്ടിയുള്ള ആൾക്കാർ വരും, അല്ലാത്തവർ വരില്ല. എണ്ണ അടിച്ചില്ല കേട്ടാ. 800 റുപ്യന് എണ്ണൊക്കെ കഴിഞ്ഞാ. ഇതാ കണ്ടില്ലേ, ഈ വരാണ്ടില്ലേ. ആ പോണ വഴി അടിച്ചൂടെ. 500 റുപ്യ അടിക്കണം. 500 റുപ്യൻ്റെ എന്തായാലും അടിക്കണം. ഓട്ടോറിക്ഷയ്ക്ക് 650 റുപ്യാണ്. അല്ല ഈ ബൈപ്പാസ് എന്തേ നമുക്ക് മിസ്സായത്? അത് പണി നടക്കുന്നുണ്ടോ അല്ലേ? ആ മോളെന്താ നഷ്ടപ്പെട്ട്? പണി നടക്കുക. മോൾ ഭാഗം നഷ്ടപ്പെട്ട അതാ എന്താ? ഞാനിപ്പോ ചോദിച്ചേ. പണി നടക്കുക. അതിലെ പോണില്ലേ വാഹനമൊന്നും? അവിടെ ഡൈവേഷൻ ആക്കിയില്ലേ, ആ ഇവിടെ എന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടാവും.